വലിയ വലിയ ആൾക്കാരാണ്, നിങ്ങൾ ചെറുതായി കാണരുത്. ഇതാണ് ഫോർക്ലിക്കിന്റെ മാനേജർ. ഒരു ഹായ് കൊടുക്കൂ. എന്താ ഒരു ഹായ് പോലും പറയാൻ പറ്റില്ല, അത്രയും വലിയ ലെവലിലെത്തിക്കുന്നത്. അടുത്തത് ഇതാ ആസ്റ്റർ വിംസിന്റെ മാനേജർ, അതും നാട്ടിലല്ല, അങ്ങ് ദുബായില് ഗൈസ്. നമ്മൾ ലോക്കൽസ്. അങ്ങനെ കാപ്പിമലയിലേക്കുള്ള യാത്ര നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഓൾമോസ്റ്റ് 70 കിലോമീറ്റേഴ്സിന്റെ ഡ്രൈവ് ഉണ്ട് ഡെസ്റ്റിനേഷനിലേക്ക്. അതായത് 2-2.5 മണിക്കൂർ യാത്ര. എന്തായാലും ബോറടിക്കാൻ ചാൻസ് ഇല്ല. ഇവരൊക്കെ ഉണ്ടല്ലോ. ബൈ ദ ബൈ, ഐ ആം ഹരിഷ്മ ആൻഡ് ഇവരൊക്കെ എൻ്റെ കസിൻസ് ആണ്. നമ്മൾ ഈ ഒരു ടൈം ചൂസ് ചെയ്തത് ബിക്കോസ് വി വാണ്ടഡ് നോ ക്രൗഡ്. ഈ ആളും ബഹളുമുള്ള സ്ഥലത്ത് നേച്ചർ ആസ്വദിക്കാൻ പറ്റില്ലെന്നേ. സമയം ഇപ്പം 5:40 ഫുഡ് അടിക്കാൻ നമ്മളൊരു സ്പോട്ടിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. വിശന്ന് പണ്ടാരടങ്ങി. ഓക്കെ, പതിവില്ലാതെ 3 മണിക്കൊക്കെ എണീച്ചപ്പം ബ്രെയിൻ ആകെ ഒന്ന് കൺഫ്യൂസായി. അതിൻ്റെ ഭാഗമായിട്ട് സിസ്റ്റവും ഒന്ന് കൺഫ്യൂസായി. പിന്നാലെ വിശപ്പിൻ്റെ വിളിയും വന്നു. എന്നാൽ പിന്നെ ഒരു ചായ ആവട്ടെ. ഓൺ ദ വേ കിട്ടിയ ഒരു ചായക്കടയിൽ കയറി നമ്മൾ തൽക്കാലം ഒന്ന് വിശപ്പൊന്ന് അടക്കി. കുറച്ചു നേരം ഒരു ബ്രേക്ക് എടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര അങ്ങ് തുടർന്നു. വള്ളിയാ? നീ കുമ്പസരിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അത് പൂട്ടേണ്ടി വരും. കിട്ടില്ല. വാവ് ഗൈസ്, കിട്ടില്ല പള്ളി. ഇവിടത്തേക്ക് വരുമ്പോഴേ നമുക്കിങ്ങനെ ഉള്ളുന്ന ഐശ്വര്യം പുറത്തോട്ടേക്ക് തുളുമ്പും. പ്രകാശവും കൊണ്ട് സൂര്യചേട്ടൻ വന്നു ഗൈസ്. എവിടെയാ ഗൈസ്? ഫോണിൽ കാണുന്നില്ല ഗൈസ്. സമയം ഇപ്പം 6 മണി കഴിഞ്ഞ് 6:15. ക്യാമറമാൻ ഹരിഷ്മയോടൊപ്പം 2 വേട്ടാവളിയന്മാർ. സോ ഗൈസ്, നമ്മൾ ലൊക്കേഷനിലേക്ക് എത്തിയിരിക്കുന്നു. യെസ്, സമയം ഇപ്പം 6:30 ഓൾമോസ്റ്റ് 2-2.5 മണിക്കൂർ നമ്മൾ ട്രാവൽ ചെയ്തിട്ട് സ്പോട്ടിലെത്തിയിട്ടുണ്ട്. സോ ലെറ്റ് സീ വെദർ ഇറ്റ് ഈസ് വർത്ത് ഇറ്റ് ഓർ നോട്ട്. കുറച്ച് വടിയും കുന്ത്രാണ്ടും കൊണ്ടല്ല ആൾക്കാർ പോകുന്നുണ്ട്. അച്ചാച്ചന്മാർ ട്രക്കിങ്ങിലേക്കുള്ള ാണ് നമ്മൾ ഊക്കം മേടിക്കുക. ലൊക്കേഷനിലെത്തിയപ്പോഴാണ് ഗൈസ് നമ്മൾ ആ സത്യം മനസ്സിലാക്കിയത്. ഇറ്റ്സ് ക്ലോസ്ഡ്. 8 മണിക്ക് ശേഷമേ ആൾക്കാർക്ക് ഇവിടത്തേക്കുള്ള പ്രവേശനമുള്ളൂ. ആക്ച്വലി 1 ഇയർ മുന്നേ വരെ ഇങ്ങനെ ഒരു സിസ്റ്റം ഇവിടെ ഉണ്ടായിട്ടില്ല. 3 മണിക്ക് എണീച്ച് ഉറക്കൊക്കെ സാക്രിഫൈസ് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ പോസ്റ്റ് ആകുമ്പം ഉള്ളിലുണ്ടാവുന്ന സങ്കടം നിങ്ങളോട് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമുക്ക് പോകാൻ പറ്റില്ല. സോ നമ്മൾ ഡ്രോണിനെ പറത്തി വിടുകയാണ്. സോ ഇറ്റ്സ് എൻ അവയർനെസ്. നമ്മളൊരു സ്ഥലത്ത് പോകുമ്പം അവിടുത്തെ ഗൈഡ് ലൈൻസ് ഒക്കെ മുന്നേ അറിഞ്ഞതിന് ശേഷം മാത്രം പോവുക. നമുക്ക് പറ്റിയ അബദ്ധം നിങ്ങൾക്ക് പറ്റരുത്. 1.5 മണിക്കൂർ ഇനി എന്ത് ചെയ്യുന്നുള്ള ഐഡിയ ഇല്ലാത്തത് കൊണ്ട് നമ്മളൊന്ന് പരിസരമൊക്കെ നടന്ന് കാണാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞാനും അലോകും നടന്നു വരുമ്പോഴത്തേക്ക് 2 ബംഗാളികളെയാണ് നമ്മൾ കണ്ടുമുട്ടിയത്. ചെസ് നമ്പർ 1, ചെസ് നമ്പർ 2. അറ്റ് ലാസ്റ്റ് ആരോ വരുന്നുണ്ട് ഗൈസ്, നമുക്ക് തുറന്നു തരാൻ വേണ്ടിയിട്ട്. അങ്ങനെ കാത്തിരിപ്പിനൊരു അവസാനം വന്നു. നമ്മൾ ഉള്ളിലേക്ക് കയറി ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. എൻ്റെയിൽ തന്നെ ഒരു ഊഞ്ഞാല് കണ്ടതും ഉള്ളിലുള്ള കുട്ടി അങ്ങ് ഉണർന്നു. എത്ര ഏജ് ആയാലും നെവർ ലെറ്റ് ദ കിഡ് ഇൻസൈഡ് യു ഡൈ എന്നാണല്ലോ. അപ്പം ഇതൊക്കെ ആവാം. പാർക്കിംഗ് ഏരിയ എന്ന് വാട്ടർഫോളിലേക്കുള്ള ഒരു ഷോർട്ട് ട്രെക്കിംഗ് മാത്രമേ ഉള്ളൂ. കുറേ നടന്ന് ക്ഷീണിക്കാനൊന്നും ഇവിടെ ഇല്ല. സോ നടക്കാൻ മടിയുള്ള നിങ്ങളെ ചങ്കിനെയൊക്കെ കൂട്ടി ഇവിടേക്ക് പോവാ കേട്ടോ. നമ്മൾ സ്പോട്ടിലേക്ക് എത്താൻ പോവാണ്. നല്ലോണം കാറ്റടിക്കുന്നുണ്ട്. ഫുൾ അങ്ങോട്ടേക്ക് നോക്കി കോട കാണാൻ വേണ്ടി പറ്റും. നമുക്കിനി അങ്ങോട്ടേക്ക് മൂവ് ചെയ്യാം. ഡയറക്റ്റ് അടിപൊളി സ്പോട്ടാണ് ഗൈസ്, മസ്റ്റ് കം.
നേരത്തെ ഡ്രോൺ വെച്ചെടുത്ത കുറച്ച് വിഷ്വൽസ് ആണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. കാപ്പിമല ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് വാട്ടർഫാൾ ഇൻ കണ്ണൂർ. ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് നിയർ പൈതൽ മല ആൻഡ് ഇത് ഏകദേശം കണ്ണൂരിൽ നിന്ന് 45 കിലോമീറ്റേഴ്സോളം ഡിസ്റ്റൻസിലാണുള്ളത്. ഇവിടത്തേക്കുള്ള എൻട്രി ഫീ പെർ ഹെഡ് 20 റുപ്പീസാണ്. വാട്ടർഫാളിലേക്കുള്ള ഒരു പാത്ത് ഭയങ്കര ഈസി ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ വി ക്യാൻ ഈസിലി റീച്ച് ടു ദിസ് പെർട്ടിക്കുലർ സ്പോട്ട്. യു ഹാവ് ദ ബ്യൂട്ടിഫുൾ വ്യൂ ഇൻ ഫ്രണ്ട് ഓഫ് യു. ബട്ട് ഇവിടെ ഒരു വില്ലനുണ്ട്, അവനാണ് ലെവൻ. സോ കുറച്ച് കയ്യിൽ ഉപ്പ് കരുതിക്കോ. ഇത്രയേ ഉള്ളൂ നമ്മളെ കാപ്പിമല വിശേഷങ്ങൾ. ഇനി വീണ്ടും വേറൊരു വിശേഷമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.